അപ്പോഴേ ഞങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്നത്തെ ഭയങ്കര മഴയല്ലേ. സ്പെഷ്യലായിട്ട് ഇവിടെ ഉള്ളതൊക്കെ കൂട്ടി തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കിയേട്ടാ. അമ്പഴങ്ങ ഉപ്പിലിട്ടതുണ്ടായിരുന്നു, പിന്നെ ഇത്തിരി ചെമ്മീൻ ഇരിപ്പുണ്ടായി, ഇത്തിരി ചക്കക്കുരു ഇരിപ്പുണ്ടായി. എല്ലാം കൂടി ഒരു തേങ്ങ അരച്ചൊരു കറി വെച്ചിട്ടാ, അടിപൊളി കറിയാണ്ടാ. പിന്നെ 2 താറാമുട്ട വറുത്തെടുത്തു. പിന്നെ ഇത് ഞാൻ വലിയ കഷ്ണങ്ങളാക്കി മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. കാന്താരി മുളകൊക്കെ ഇട്ട് വിനാഗിരിയൊക്കെ ഇട്ട് അത് ആയിട്ടില്ല, എന്നാലും അത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തു. ഇത്തിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുത്തതാണ്. പിന്നെ ഇത്തിരി വൻപയർ 4 മണിക്കൂറോളം വെള്ളത്തിൽ കൂത്തിട്ട് റെഡിയാക്കി എടുത്ത മെഴുക്കുവരട്ടിയാണ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി. അപ്പോഴേ മഴയിട്ടൊരു ചാറ് കറി വെക്കാൻ പോണേ കേട്ടോ. അടിപൊളി മഴയാണ്, മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത്തിരി ചെമ്മീൻ ഇരുന്ന് വെച്ച്, നാരൻ ചെമ്മീൻ. ഞാനത് ചക്കക്കുരുവും കൂടി ഇട്ട് അമ്പഴങ്ങ ഇട്ട് വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അമ്പഴങ്ങ പറിക്കാനൊന്നും പറ്റിയില്ല, അപ്പോൾ ഉപ്പിലിട്ട് അമ്പഴങ്ങ ഉണ്ടായിരുന്നു, അതൊരു 5-8 അമ്പഴങ്ങ എടുത്തു. അപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരച്ചാണ് വെക്കണത്. മുളക് പൊടി അധികം എടുക്കുന്നില്ല, ഒരല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അമ്പഴങ്ങ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുക. ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചക്കക്കുരു അപ്പം ഞാൻ കുക്കറിൽ അടിച്ച് വെച്ചിരിക്കുകയാണ്, ഒന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് റെഡിയാവട്ടെ. ഒന്ന് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അരപ്പൊക്കെ കൂട്ടി ചാറ് റെഡിയാക്കാം. നമ്മുടെ അമ്പഴങ്ങയും ചെമ്മീനും തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് അധികമായി. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഒപ്പം നമുക്ക് അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ പീരയും വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചുമന്നുള്ളി അരച്ച് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി അരച്ച് ചേർത്തതാണ്, അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചുമന്നുള്ളി അരച്ച് ചേർക്കുമ്പോൾ ചാറിന് ഇത്തിരി കൊഴുപ്പും ഉണ്ടാവും, ടേസ്റ്റും കൂടുതലായിരിക്കും. ഇനി ഇതൊന്ന് തിളച്ചൊന്ന് റെഡിയാവട്ടെ, എല്ലാം കൂടി ഒന്ന് തിളച്ച് റെഡിയാവട്ടെ. എന്നിട്ട് നമുക്കൊരു താളിപ്പൊക്കെ ഇട്ട് റെഡിയാക്കാം. അപ്പം നമ്മുടെ കറി ഒന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ തിളച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടോ. അരപ്പിൻ്റെ ആ പച്ചച്ചവയും മാറിയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ അമ്പഴങ്ങയും ചെമ്മീനും ചക്കക്കുരും ഒക്കെ ഒന്ന് സെറ്റായിട്ടും ഉണ്ടാവും. ചെമ്മീൻ കുറവാണ്, കറിയൊന്നും ഇല്ലാഞ്ഞിട്ടൊരു ചാറ് കറി റെഡിയാക്കിയതാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് ഇനി ഇത്ര മതി. ഇനി ഇതിലേക്കൊരു താളിപ്പിടാം. അപ്പോൾ ചാറിന് ഒരു താളിപ്പിടാം കേട്ടോ. അപ്പോൾ ഒരല്പം കടുക് പൊട്ടിക്കാം. പച്ചമുളകും കറിവേപ്പിലയുമാണ്. താളിപ്പ് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അമ്പഴങ്ങായും ചെമ്മീനും ചക്കക്കുരും കൂടി വെച്ച ചാറ് കറി റെഡിയായി. അപ്പം മാങ്ങ ഉണ്ടായില്ല, മാങ്ങ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. പുറത്തൊന്നും പോകാനും പറ്റണില്ല.
അപ്പോഴേ കുറച്ച് വൻപയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. മെഴുക്ക് വരട്ടി റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയൊക്കെ ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇപ്പം പൊടികളൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടി ഇട്ട് റെഡിയാക്കി എടുക്കാം. ഒന്ന് വാടട്ടെ. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇത്തിരി പൊടിയിട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പയറിട്ട് കൊടുക്കാം. അപ്പോൾ പയർ ഒരു 4 മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നു. അതിന് ശേഷമാണ് കുക്കറിൽ വേവിച്ചെടുത്തത്. ഇത്ര മതി. തണുത്ത് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. അങ്ങനെ നമ്മുടെ വൻപയർ കറിയും റെഡിയായി. ഇപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്നോ, 2 മുട്ടയും കൂടി വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ക്യാമറമാനും മോനൊക്കെ ചാറ് കറി അത്ര തൃപ്തിയല്ല. 2 മുട്ട കൂടി വറുക്കാമെന്ന് വെച്ചു. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരല്പം മുട്ട 2 സെറ്റാക്കി വറുക്കാമെന്ന് വിചാരിച്ചു. താറാമുട്ടയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ താറാമുട്ട 2 ആക്കി വറുക്കാൻ വെച്ചു. അടുത്ത സെറ്റും കൂടി വെച്ച് കൊടുക്കാം. കഴിക്കാം. അപ്പോൾ ഉണ്ടല്ലോ, രാവിലെ ഞങ്ങൾക്ക് ഉപ്പുമാവും പഴമായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്ത് ഞാൻ ഉപ്പുമാവ് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഉപ്പുമാവിൻ്റെ അകത്ത് ഈ ചാറിങ്ങനെ ഒഴിച്ച് കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഉപ്പുമാവ് എടുത്ത കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാ ഈ ചെമ്മീൻ ചാറൊഴിച്ച് കഴിക്കുമ്പോൾ എന്താ രുചി എന്നറിയാമോ? അടിപൊളിയാണ് കേട്ടോ. പിന്നെ മുട്ട അങ്ങനെ അധികം എടുക്കില്ല, ഒരു ചെറിയ കഷ്ണം മുട്ട എടുക്കാം. പിന്നെ ഇതിൽ പയറും മാങ്ങ ഞാൻ എടുക്കണില്ല, വൻപയർ എടുക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ കഴിക്കാം. അപ്പോൾ ഈ ഉപ്പുമാവുണ്ടല്ലോ, ഈ ചാറൊഴിച്ചത് ഇങ്ങനെ അങ്ങോട്ട് കുഴച്ചടിക്കാൻ വേണ്ടല്ലാണ്ട് ടേസ്റ്റ്. ഓ പൊളിയാണ് കേട്ടോ, പൊളി. അപ്പോൾ ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് വീഡിയോയിൽ വരുന്നില്ല, വെയിറ്റ് ചെയ്യണേയാണ് ഭക്ഷണം കഴിക്കാൻ. അടിപൊളിയാണ് കേട്ടോ. ഈ കറി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട. ചെമ്മീൻ ചാറ്
സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അമ്പഴങ്ങ പറിക്കാൻ പോകാനായിട്ട് മഴ ചെയ്തുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഉപ്പിലിട്ട് വെച്ച് എടുത്തിട്ട് 5-8 എടുത്തിട്ട് അങ്ങോട്ട് ചക്കക്കുരു ഇട്ട് കറി വെച്ചാൽ കേട്ടോ, തേങ്ങയൊക്കെ അരച്ച് അടിപൊളി കറിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. അമ്പഴങ്ങ, ചെമ്മീൻ, ചക്കക്കുരു, തേങ്ങ അരച്ച് വെച്ച കറി, താറാമുട്ട വറുത്തത്, മാങ്ങ കട്ട് ചെയ്തത്, വൻപയർ മെഴുക്കുരട്ടി. നിങ്ങളെല്ലാവരും കഴിച്ചോ? എല്ലാവർക്കും സ്നേഹത്തോടുകൂടി ബൈ.